സൗദി അറേബ്യയിൽ നിന്ന് ജിദ്ദയിൽ നിന്ന് ജിദ്ദ ഇസ്ലാഹി സെന്റർ പുറത്തിറക്കിയ ഈ CD അവിടെയുള്ള അറബികൾക്ക് അതുപോലെ അവിടുത്തെയുള്ള ഗവൺമെന്റ് ഓഫീസുകളിൽ ഇവരെ മുജാഹിദ് നേതാക്കൾ വിതരണം ചെയ്യുന്നതാണ്. എന്തിന്? പാവപ്പെട്ട മുസ്ലിമീങ്ങൾ അവിടെ പോയി ജോലി ചെയ്യുമ്പോൾ അവര് മുസ്ലിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് വരുത്തിയിട്ട് അവരുടെ അന്നം മുട്ടിക്കാൻ, അല്ലെങ്കിൽ പാവപ്പെട്ട യതീമുകൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട മുതല്ലിമീങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം മുടക്കാൻ വേണ്ടി വലിയ ഗൂഢതന്ത്രത്തോടെ മുജാഹിദ് നേതാക്കൾ ചെയ്ത ഒരു കുബുദ്ധിയുടെ ഫലമായിട്ടാണ് ഈ CD ഗൾഫ് രാഷ്ട്രങ്ങളിൽ പുറത്തിറങ്ങിയത്. അതുകൊണ്ട് അതൊന്ന് നിങ്ങൾ കാണുക. അറബിയിലാണ് അതിന്റെ ശബ്ദം കൊടുത്തിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. അത് നിങ്ങളൊന്ന് കാണുക. ഇലാ അസ്ഹാബിൽ ഫുളലാഇൽ കിറാം അസ്ഹാബിൽ ഖൈരി വൽ ജൂദി ഫീ സബീലിദ് ദീനി വദ്ദഅവ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന വിലായത കൈരല വിലായത്തുൻ ആഹിലത്തുൻ ബിൽ മുസ്ലിമീൻ ഫീ ജനൂബിൽ ഹിന്ദ് വഫീഹാ അൻശിതത്തുൻ കസീറ തുൻസബു ഇലൽ ഇസ്ലാം كما أن فيها معاهد ومدارس ومساجد كثيرة باسم الدين والدعوة. എന്താ പറഞ്ഞറിയോ? പ്രമുഖരായ മാന്യരായ ആളുകളിലേക്ക് നിങ്ങൾ സമർപ്പിക്കുന്നു. സ്വാഭാവികമായും അറബിയിലുള്ളതായതുകൊണ്ട് അറബികൾക്ക് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ പറയുന്നത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രഭയുള്ള ഒരു നാടാണ്. അത് ആമുഖം പറഞ്ഞതാണ്. കേരളത്തെ അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ പരിചയപ്പെടുത്താനുള്ള ഒരു ആമുഖം. എന്നിട്ട് പറയുന്നത് ധാരാളം പള്ളികളും മദ്രസകളും ഒക്കെ ഉള്ള സ്ഥലമാണ് കേരളം. ബാക്കി കേട്ടോ. ولكن للأسف الشديد إن أكثرها مراكز نشر العقائد الباطلة من الخرافات والبدعات التي توقع الأبرياء المسلمين إلى الشرك. نعوذ بالله. എങ്കിലും വളരെ വിഷമത്തോടെ ഞാൻ പറയുന്നു. എന്താണ് പറയുന്നത്? കേരളത്തിലുള്ള അധിക പള്ളികളും മദ്രസകളുമൊക്കെ ഖുറാഫാത്തും ബിദ്അത്തും ശിർക്കും പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളാകുന്നു. نعوذ بالله. كذلك المساجد كثير منها مراكز الطقوس البدعية وملحقة بالأضرحة. ومن هذه المراكز البدعية في منطقة منابرم مركز التربية الإسلامية يدار تحت إشراف سمست كيرنا جمعية العلماء. എന്താ പറഞ്ഞത്? പിന്നെ നമ്മുടെ കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങളെയും അറബികൾക്ക് പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് ആ കൂട്ടത്തിൽ ആദ്യമായി പറയുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയ മർക്കസ്, ഈ സ്ഥാപനം ഇത് ശിർക്കിന്റെയും വിദേഹത്തിന്റെയും കേന്ദ്രമാകുന്നു എന്ന് പാവപ്പെട്ട അറബികൾക്ക് പഠിപ്പിക്കുകയാണ്. അതെന്തിനാ? ഏതെങ്കിലും ഒരു മുജാഹിദിന് കിട്ടുന്ന ഭക്ഷണം മുടക്കാൻ വേണ്ടി എന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള ചില കുതന്ത്രങ്ങളാണ് അതിന്റെ പിന്നിൽ. എന്നിട്ട് ബാക്കി ധാരാളം പറയുന്നുണ്ട്. ഞാൻ വിശദമാക്കുന്നില്ല. കുറച്ചുകൂടി കാണിച്ചു. وصلوات وأذكار واستغاثة لغير الله تعالى. وبأموال هذه الأضرحة تدار المدارس والكليات والمعاهد والمساجد. وخريج هذه المعاهد അത് കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് മലപ്പുറത്തെ മഅ്ദിനാണ് കാണിക്കുന്നത്. അപ്പൊ ഖലീൽ തങ്ങളുടെ സ്ഥാപനം അതിൽ നിന്ന് പുറത്തു വരുന്നവരും ഭക്തനും മുസ്ലിമീങ്ങളും ശിർക്കിന്റെ പ്രചാരകരുമാണ് എന്നാണ് അതിൽ പറയുന്നത്. അതിന്റെ ഇടയിൽ അവർ കാണിച്ച പരിപാടി നമ്മുടെ ഉത്തരേന്ത്യയിലേക്ക് അതുപോലെ പല സ്ഥലങ്ങളിലേക്കും ട്രെയിൻ കയറിയിട്ട് അവിടെ ഏതെങ്കിലും ജാഹിലുകളായ ആളുകൾ അവരിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതും അവരിനെ ആ രൂപത്തിൽ ആരാധന സമർപ്പിക്കുന്നതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാ കേരളത്തിലുള്ള മുസ്ലിമീങ്ങളും മൊത്തം ചെയ്യുന്നത് ഇതാണ്, അവർ കബരാർഹതവരാണ്, അവരിനെ പൂജിക്കുന്നവരാണ് എന്ന് ധരിച്ചിട്ട് ഈ സമുദായത്തെ മൊത്തം നമ്മൾ അംഗീകരിക്കാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ ശരിക്കും കാഫിറാക്കാനുള്ള ഒരു ഗൂഢശ്രമം, അതും അറബികൾക്കിടയിൽ. അറബികൾ എന്ന് പറഞ്ഞാൽ കേരളത്തെ നല്ല മതിപ്പുള്ളവരാണ്, അവരുടെ ഇടയിൽ പോലും പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് അവസാനം പിന്നെ വരുന്നത് പാണക്കാട്ടേക്കാണ്. അതൊന്ന് കാണിച്ചു കൊടുക്കുക. തങ്ങളാണ് തങ്ങൾ അവരുടെ വീടാണ് പിന്നെ കാണിക്കുന്നത്.
ശിഹാബ് തങ്ങൾ ഈ സമുദായത്തിന് നേതൃത്വം നൽകുന്ന ഇത്തരം ഖുറാഫിയും മുശ്രിക്കുമാകുന്നു എന്നാണ് പറഞ്ഞു വന്നത്. എന്നിട്ട് ഒരു വാക്ക് കൂടി പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ബാക്കി പറഞ്ഞു يأتي الناس إلى منزله للتبرك ولشراء التمائم والكبرى وإنه وأسرته من أنصار البدع والخرافات في ربوع كيللا مع أنه سياسي معروف. അത് കൃത്യമായി എന്നാണ് അയാൾ വായിച്ചത്. തെറ്റാണ്. ശിഹാബുകളും ശിഹാബുകളുടെ കുടുംബവും മൊത്തം ശരിക്കും കാഫിറുമാകുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ശിഹാബുകൾ ഒരു അറിയപ്പെട്ട രാഷ്ട്രീയക്കാരൻ കൂടിയാണ്, എന്നാലും കുഴപ്പമില്ല, പക്ഷെ ശിർക്കിന്റെ വാഹകനാണ് എന്ന് വളരെ ശക്തമായി പരിചയപ്പെടുത്തുന്നത് ഇന്നും സൗദി അറേബ്യയിലും യുഎഇയിലും അതുപോലെ ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലും കുവൈത്തിലുമൊക്കെ അറബികളുടെ വീടുകൾ കയറിയിറങ്ങി മുജാഹിദ് നേതാക്കൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സമുദായത്തെ മുഴുവൻ ഉച്ചരിക്കാക്കുന്ന ഈ ഏർപ്പാട് അതാണ് ഏറ്റവും വലിയ പിടിവെട്ട്. ഞാൻ ഒന്നുകൂടി കാണിക്കാം. എന്താണെന്നറിയോ, ഈ മലയാളത്തിൽ പറയുന്നത് ഒരാൾ സുന്നിയാകുന്നതിനേക്കാൾ നല്ലത് അയാൾ നിരീശ്വരവാദി ആവലാണ് എന്ന് വരെ ഇവിടെ പഠിപ്പിക്കപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കണം. ഇത് ബുദ്ധിയുള്ളവരോടാണ് പറയുന്നത്, വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമുക്ക് മരിച്ചു പോകണ്ടേ, അല്ലാഹുവിന്റെ ആഖിറത്തിൽ വിജയിക്കണ്ടേ. ആരാ നിരീശ്വരവാദി എന്നാൽ ദൈവം തന്നെ ഇല്ല, അല്ലാഹു ഇല്ല എന്ന് പറയുന്നവരാണ് സുന്നികളൊക്കെ നല്ലത്. സുന്നി എന്ന് പറയുമ്പോൾ എല്ലാ സുന്നിയും അവർക്ക് കണക്കാം. AP കണക്കാണ്, ഈ ചെയ്യുന്നത്. അത് അയാൾ തന്നെ പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, നിരീശ്വരവാദിയായാൽ കുഴപ്പമില്ല, സുന്നിയാവരുത് എന്ന് പറയുന്ന മുജാഹിദ് നേതാവിന്റെ പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ചു. അല്ലാഹു ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അന്ന് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ട് പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായ. അപ്പൊ ഇതാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നം. എന്ത് നിരീശ്വരവാദി ആയാൽ പോലും സുന്നിയാകരുത് എന്ന് പറയുമ്പോ അങ്ങനെയല്ല, അത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞു പോകരുത്, ഞങ്ങളൊരു തെറ്റും ഇവിടെ ചെയ്തിട്ടില്ല എന്ന് പറയുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എനിക്ക് ക്ലിപ്പുകളും മറുപടിയും ഒക്കെ ആവശ്യാനുസരണം വരും. ചോദിക്കുമ്പോൾ വരും. ഒരു നിബന്ധന ഞാൻ അടിപറയുന്നു. ഒന്ന്, ചോദിക്കേണ്ടത് സുന്നികളല്ലാതെ അത് ജമാഅത്താരും കുഴപ്പമില്ല, സുബ്ബിയാരും കുഴപ്പമില്ല, ഇനി ആരായാലും കുഴപ്പമില്ല. അപ്പൊ സുന്നികൾ അല്ലാത്തവരും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളാണ് ചോദിക്കേണ്ടത്. പറഞ്ഞതിന്റെ അർത്ഥം രാഷ്ട്രീയപരമായ കാര്യങ്ങളോ ഗ്രൂപ്പ് തർക്കങ്ങളോ ഫിഖഹിന്റെ മസാലകളോ ചോദിച്ചാൽ തൽക്കാലം മറുപടി ഇപ്പോൾ പറയുന്നതല്ല, ഇത് അതിനുള്ള വേദിയല്ല എന്നാണ് ഒന്നാമതായി പറയുന്നത്. രണ്ടാമതായി പറയുന്നത് ആർക്കും ചോദിക്കാം. മുജാഹിദ് സുഹൃത്തുക്കൾക്ക് മുൻഗണന. ഇനി ഒരു സുന്നി തന്നെ ചോദിച്ചാൽ അത് ഓക്കെ. അതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അതൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. ഏതെങ്കിലും മുഖാമുഖത്തിൽ സുന്നി സുഹൃത്തുക്കൾ വന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ തന്നെ ചോദിച്ചു, നിങ്ങളെന്ന് ഉത്തരം പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. സംശയമുള്ള ആർക്കും ചോദിക്കാം. ഇനി സംശയമില്ലെങ്കിൽ തന്നെ ഒരാള് പറഞ്ഞു കേട്ട സംശയം അത് ചോദിക്കാം. ചോദിച്ചത് കൊണ്ട് ഒരാൾ മുജാഹിദാണെന്നോ ജമാഅത്താരും വിലയിരുത്തുകയില്ല. അതൊന്നുമില്ല, സ്വതന്ത്രമായി ചോദിക്കാം. ഇത്ര ചോദ്യമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, മനസ്സിലാവോളം ചോദിക്കുക എന്നാണ്. അപ്പൊ അതാണ് രണ്ടാമതായി നമുക്ക് പറയാം. മൂന്നാമതായി പറയുന്നു, ചോദ്യത്തിന്റെ ശൈലി അനുസരിച്ച് ഇൻഷാ അല്ലാഹ് മറുപടിയുടെ ശൈലിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ല, അത് നമ്മൾ അടിവരയിട്ട് പറയുകയാണ്. നമ്മുടെ ഈ ലക്ഷ്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നന്നാവണം, മനസ്സിലാവണം എന്ന രൂപത്തിൽ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അതേ രൂപത്തിൽ പ്രാമാണികമായി മറുപടി പറയും. ഇനി ഏതിലുള്ളവരെ പരാജയപ്പെടുത്തണമെന്നാണ് ലക്ഷ്യമെങ്കിൽ തിരിച്ചും അത് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ചോദ്യകർത്താക്കളെ ചോദ്യത്തിനു വേണ്ടി ക്ഷണിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി
നമ്മുടെ പരിപാടിയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ശ്രോതാക്കളായ നമുക്കും ഉപകാരപ്പെടുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ പരിപാടിയെ മാറ്റിത്തരുന്നതിന് വേണ്ടി നമ്മുടെ ഈ സദസ്സിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മാന്യ സഹോദരങ്ങളെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടുള്ള നിരവധി പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. എന്നാൽ മരണപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു മഹാത്മാവിനെ വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കാമോ? അപ്പോ നമ്മുടെ സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കേരളത്തിലെ മുജാഹിദുകൾ ഒരുപാട് കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ മറുപടി പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തുന്ന ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന അതൊരിക്കലും അല്ലാഹു അല്ലാത്തവരോട് ഉണ്ടാവുകയില്ല. ഖുർആനിൽ അങ്ങനെ ഇല്ല എന്നാണ് അതിന്റെ മറുപടി. ഇതിനല്ലേ മുജാഹിദ് സുന്നിയുള്ള അഭിപ്രായ വ്യത്യാസം? അല്ല, അത് മൈക്കോടത്തോട് ഒരു പറയും. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് മുജാഹിദ് സുന്നി പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. ഈ പ്രശ്നത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ കാണാനുണ്ട്. പക്ഷെ ഒരൊറ്റ പ്രാർത്ഥന പോലും അള്ളാഹുവിന്റെ മരണപ്പെട്ടു പോയ പുണ്യാത്മാക്കളെ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് പരിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് നമ്മൾ മുസ്ലിയാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. മുജാഹിദ് സുന്നി പ്രസ്ഥാനം തമ്മിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അദ്വാഉൽ ഇബാദ പ്രാർത്ഥന, അത് തന്നെയാണ് ആരാധന. ആരാധനയുടെ മധ്യയാണ് പ്രാർത്ഥന എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഈ ആശയത്തിന് മാതൃശത്തിന് വിപരീതമായിക്കൊണ്ടാണ് ഈ സുന്നി പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. മുൻപേറെ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആനിൽ ഇന്നേ വരെ എന്തായിട്ടില്ല, ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അള്ളാഹു അല്ലാത്ത പുണ്യാത്മാക്കളെ വിളിച്ചിട്ട് ഒരൊറ്റ പ്രാർത്ഥന പോലും പരിശുദ്ധ ഖുർആനിൽ ഇല്ല. സുഹൃത്തുക്കളെ, എന്റെ സുഹൃത്ത് ഇവിടെ ശ്രദ്ധിക്കണം. ഞാൻ വളരെ നന്നായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. അതായത് ഇവിടെ മുജാഹിദുകൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന ഉത്തരം നന്നായി നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഇവിടെ പരിഹരിക്കാൻ പോവാം തീർച്ചയായും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇത്ര കാലമായി ഇതൊരു വലിയ ആരോപണം. എന്തെന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് നമ്മോട് അവർ ചോദിക്കും. സത്യത്തിൽ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന അള്ളാഹുവോട് പറ്റൂ എന്ന് ഒരു 10,000 തവണ പറയുന്നവരാണ് നമ്മൾ. എന്നിട്ട് നമ്മുടെ പേരിലാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സത്യത്തിൽ അത് നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുക. ഞാനത് വളരെ പെട്ടെന്ന് വ്യക്തമാക്കി. എന്റെ സുഹൃത്ത് ഇപ്പൊ പറഞ്ഞല്ലോ, അമ്പിയ ഈ ചോദ്യം തന്നെ ഞാൻ എടുക്കുക. ഏത് ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണേ. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ? ഉണ്ട്. ഈ പ്രാർത്ഥന ഏതെങ്കിലും അല്ലാഹു അല്ലാത്തവരോടുണ്ടല്ലോ എന്ന് ചോദിച്ചല്ലോ. നിങ്ങളുടെ ആ ചോദ്യത്തിൽ പറഞ്ഞ പ്രാർത്ഥന ഏത് അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണ്? ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥനയാണോ അതോ ഒരു ഭാഷാർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണോ? അത് എന്റെ സുഹൃത്തൊന്ന് വിശദീകരിച്ചാൽ കാര്യം വ്യക്തമാവും. അതാണ് തർക്കത്തിൽ ഇപ്പോൾ വിഷയം വ്യക്തമാകുമ്പോൾ അതിലൊന്ന് പറയും. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനിൽ പ്രാർത്ഥന എന്താണ് എന്നുള്ളത്, ആരാധന എന്താണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാത്ത ആൾക്കാരല്ല നമ്മളൊന്നും. ഇവര് ഇത് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എന്താണ് പ്രാർത്ഥന എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ആരാധനയുടെ മധ്യയാണ് പ്രാർത്ഥന. ഞാനേ വീട്ടുകാരെ ഒരു മിനിറ്റ് ഞാൻ സംസാരിച്ചോളൂ. ഒന്നുമില്ല, നമ്മൾ വലിയ സംസാരിച്ചോളൂ, സംഭവിക്കാൻ പോകുന്നില്ല. ഇല്ല, അതന്നെ പറയുന്നു. നമ്മുടെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ആവശ്യമില്ലാത്ത സംസാരങ്ങളോട് പറഞ്ഞോളൂ. അപ്പം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രാർത്ഥന ഞാൻ പറഞ്ഞു, വീണ്ടും 3ാമത്തെ തവണയാണ് ഇത് ആവർത്തിക്കുന്നത്. അദ്വാഉൽ ഇബാദ, അത് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലെ. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന, ആരാധനയുടെ മധ്യയാണ് പ്രാർത്ഥന എന്ന് പഠിപ്പിച്ചു. അപ്പൊ കാല റബ്ബുക്കും ഉദ്ഹൂനി ഇസ്തജിബ് ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം. എന്താണ് പ്രാർത്ഥന എന്നാണ് മുസ്ലിയാർ അടുത്തതായിട്ട് എന്നോട് ചോദിച്ചത്. അതിന്റെ തലത്തിലാണോ ഏത് പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കിയത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിയാർ എന്നോട് ചോദിച്ചു. അപ്പൊ പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കാര്യാകാരണ ബന്ധങ്ങൾക്ക് അതീതമായിക്കൊണ്ട് അഭൗതികമായ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതെങ്കിലും ഒരു സൃഷ്ടിയെ വിളിച്ചുകൊണ്ട് മുഹിദ്ദീൻ ശൈഖേക്കാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ശിർക്കാവുക എന്നുള്ളതുമാണ് ഉസ്താദിന്റെ ചോദ്യത്തിന്റെ യഥാർത്ഥ വശം. എന്നാൽ അതിനുള്ള ആൻസർ ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ തന്നെ പറഞ്ഞുതരാം. നിങ്ങൾ എന്റെ പ്രിയ സഹോദരങ്ങൾ കുട്ടാങ്കലം മാണ്ടാട് പ്രദേശങ്ങളെല്ലാം ഇതൊന്നും വളരെ പ്രധാനത്തോടു കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകം ആവശ്യപ്പെട്ടു.
ബന്ധപ്പെടാണ്. അപ്പം ചോദ്യമാണ് ആവശ്യമില്ല അതല്ല പറയുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ മാത്രമാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഗുണവിശേഷങ്ങൾ, അള്ളാഹുന്റെ റുബൂഹിയത്തും ഉലൂഹിയത്തും അസ്മാഉ സിഫാത്തും. അതുകൊണ്ട് അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തിൽ സമീഹ് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു തആല. എല്ലാം കേൾക്കുന്നവനും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച നമ്പുരാനല്ലാതെ മറ്റാരുമില്ല. എല്ലാം കാണുന്നവന് ബസീർ, എല്ലാം കാണുന്നവന് സമീഹ്, എല്ലാം കേൾക്കുന്നവന്. അപ്പം ഈ വിധ ഗുണവിശേഷങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഏതെങ്കിലും സൃഷ്ടികൾക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ടോ? അതായത് മുഹീദ്ദീൻ ശൈഖേക്കാക്കിയെന്ന് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ മുഹീദ്ദീൻ ശൈഖ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്. എന്റെ അടുത്തത് ഇദ്ദേഹം ഈ വ്യക്തിന്റെ ഇവിടെ ഈ പ്രദേശവാസികളുണ്ട്. ഇവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചു കൊടുത്ത കഴിവിന് അപ്പുറത്തുള്ള കഴിവാണ് ഞാൻ മൊയ്തീൻ ശൈഖിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ മൊയ്തീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ട് മൊയ്തീൻ ശൈഖേക്കാക്കിയെന്ന് ഞാൻ പറഞ്ഞു. നിശ്ചയിച്ചു കൊടുത്ത കഴിവാണ് ഇത്. നിശ്ചയിച്ചു കൊടുത്ത കഴിവിന് അപ്പുറത്താണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പൊ എന്തായി? സമീഹായി. എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു തആലയാണെന്ന് പരിശുദ്ധ ഖുർആനിനെ കൊണ്ട് അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തിനെ കൊണ്ട് പഠിപ്പിക്കുമ്പോൾ, എല്ലാം കാണുന്നവനും പടച്ച റബ്ബാണെന്ന് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ ഗുണവിശേഷങ്ങളാണ് മൊയ്തീൻ ശൈഖിന് വെച്ചുകൊടുക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹു വെച്ചുകൊടുക്കുന്നത്. ഈ അർത്ഥത്തിലാണ് ദുആ ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇനി പറയും, ഇവിടെ നിങ്ങൾ കുറെ പ്രസംഗിച്ചു എന്നല്ലാതെ ഇതിന്റെ നിർവചനം നമുക്ക് കിട്ടിയിട്ടില്ല. ഞാനേ വളരെ കൃത്യമായി ഇവിടെ വിഷയം തീരാൻ പോകും. നിങ്ങൾ പ്രസംഗിക്കാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അവസരം തരും. അത് നമ്മൾ ചോദിച്ചത് ഇപ്പോ വിഷയം തീരുമാനമാകാൻ പോകും. അതായത് ഈ ഒരു തെറ്റിദ്ധാരണ ഒരുപാട് കാലമായി നമ്മുടെ സമുദായത്തിൽ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഏത്? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് സുന്നികൾ എന്ന് വരുത്തി തീർത്ത് അവരെ മുശ്രിക്കാക്കാൻ. അതൊക്കെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇസ്ലാമിന്റെ ഭാഷയിൽ ഒരു സാങ്കേതികമായ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഒരിക്കലും സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് നിർവഹിക്കുന്നേയില്ല. അത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പ്രസംഗിച്ചു എന്നല്ലാതെ ഒരിക്കലും ഇതുവരെ പ്രാർത്ഥനയുടെ നിർവചനം പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എങ്കിൽ എന്താണ് അതിന്റെ നിർവചനം? ആ പ്രാർത്ഥനയുടെ നിർവചനം ആര് പറഞ്ഞു? ഏത് കിതാബിൽ നിന്നാണ് നിങ്ങളത് ഉദ്ധരിക്കുന്നത്? അതിനുള്ള ആയത്ത് ഏതാണ് എന്ന് നിങ്ങൾ പറയണം. അപ്പൊ ചോദ്യം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. ഈ വിഷയം തീർക്കാൻ പോവാണ്. പ്രാർത്ഥന, അതിന് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഒരു നിർവചനമുണ്ട്. ആ നിർവചനത്തിലുള്ള പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് പറ്റുമെന്ന് ഇവിടെ ഒരു സുന്നിയും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ ഈ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. ഇവർ പറയും ആദം നബി പ്രാർത്ഥിച്ചു അല്ലാഹുവിനോടാണ്, ഈസാ നബി പ്രാർത്ഥിച്ചു അല്ലാഹുവിനോടാണ്, അയ്യൂബ് നബി പ്രാർത്ഥിച്ചു അല്ലാഹുവിനോടാണ്. ഞങ്ങളും സമ്മതിക്കുന്നു, അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുവിനോട് അല്ലാത്തവരോട് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന അത് പറ്റൂല എന്ന് പറയുന്നവരാണ് നമ്മൾ. എന്നിട്ട് നമ്മളോടാണ് പിന്നെ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു നബി അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ മറുപടി, അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. മറിച്ച് എന്താണ് ഞങ്ങൾ പറയുന്നത്? പ്രാർത്ഥന അല്ലാഹുവിനോട് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന. അതേ സമയത്ത് സഹായം തേടൽ അത് അല്ലാഹു സഹായിയായി വെച്ചു തന്നവർക്കൊക്കെ പറ്റും. ഇതാണ് നമ്മുടെ വാദം. അത് വളരെ വ്യക്തമാണ്. എന്നിട്ട് സഹായാർത്ഥയും പ്രാർത്ഥനയും കൂട്ടിക്കലർത്തിയിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വസ്വാസ് ഉണ്ടാക്കുന്ന ഏർപ്പാട് ഇതായിരുന്നു ഇതുവരെ മുജാഹിദുകൾ ഇവിടെ കൊണ്ടുവന്നത്. അതാണ് ഈ ചോദ്യത്തിന്റെ മാനദണ്ഡവും. ഇൻഷാ അല്ലാഹ് അത് ഞങ്ങൾ ഓരോന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ച നിങ്ങളെ വാദമൊന്നും ഇവിടെ പറയണ്ട. ഞാൻ ചോദിക്കുന്നത്, അതിന്റെ മുജാഹിദുകൾ ഇതിന് പറയുന്ന ഒരു നിർവചനം ഉണ്ടാവും. പ്രാർത്ഥന എന്താണ്? ആ പ്രാർത്ഥനയുടെ നിർവചനവും അതേത് കിതാബിലാണ് പറഞ്ഞത് എന്നും ഒന്ന് ഇനി ഇല്ലെങ്കിൽ ഞാൻ പറയും. നിങ്ങൾ പറയാൻ അറിയില്ലെങ്കിൽ ഞാൻ പറയും, അതിന് പ്രശ്നമൊന്നുമില്ല. എന്താണ് പ്രാർത്ഥന എന്നും എപ്പോഴാണ് ആവുകയെന്നൊക്കെ നമ്മൾ പറയും. നിങ്ങൾ പറഞ്ഞ ആ നിർവചനം, അല്ലെങ്കിൽ നിങ്ങൾ ആ നിർവചനം മാത്രം ഒന്നിങ്ങോട്ട് പറയാം. എന്നിട്ട് അത് ഏത് കിതാബിൽ പറഞ്ഞു, ഏത് പണ്ഡിതൻ പറഞ്ഞു എന്ന് ഒന്ന് വ്യക്തമാക്കി തന്നാൽ പ്രസംഗം ആവശ്യമില്ല. മെല്ലെ പറഞ്ഞ ഇൻഷാ അല്ലാഹ് പറ്റും തീരുമാനം. ഒന്ന് മൈക്കോട്ട് വേഗം തീരുമാനം.
അതെ നിങ്ങൾ പറഞ്ഞിപ്പം സാങ്കേതിക തലത്തിലുള്ള പ്രാർത്ഥന, ഒറിജിനൽ പ്രാർത്ഥന അതെന്താണ് പറഞ്ഞു അതെന്താണ് എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇസ്ലാമില് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇസ്ലാമിൽ 1 ലക്ഷത്തി ചില്ലാനും പ്രവാചകന്മാരോ 25 പ്രവാചകന്മാരെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. ആ പ്രവാചകന്മാരോ ആരും ഈ 2 പ്രാർത്ഥന ഇസ്ലാമിൽ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഇത് ഒരു ഏതൊക്കെ തങ്ങൾ പറഞ്ഞ പ്രാർത്ഥന എന്ന് പറയട്ടെ. മമ്പത്തെ തങ്ങളോട് കുട്ടീനെ ചോദിക്കണു, മടവൂർ സി എമ്മിനോട് കുട്ടികളെ ചോദിക്കട്ടെ. അല്ല നിക്ക് നിർവചനം ചോദിച്ചാൽ അപ്പൊ നിർവചനം തന്നെ ഈ പറയുന്നത്. രണ്ട് പ്രാർത്ഥന പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബയെ കാക്കി എല്ലാ ആവശ്യങ്ങളും പടച്ച തമ്പുരാനോട് സമർപ്പണം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്ന്, മൊയ്തീശയെ കാക്കി, റിവായിച്ചയെ കാക്കി, മമ്പത്തെ തങ്ങളെ കാക്കി എന്ന് പറയുന്ന മറ്റൊരു പ്രാർത്ഥന. ഈ 2 പ്രാർത്ഥന 25 പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചതായിട്ട് നിങ്ങൾ എനിക്ക് തെളിവ് ഖുർആനിലും തിരുസുന്നത്തും ഉദ്ധരിച്ചു തരി. എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. പ്രാർത്ഥനയാണ് വിഷയം. പ്രാർത്ഥന അദ്വാഉൽ ഇബാദ, പ്രാർത്ഥന പടച്ചറബ്ബിനോട് മാത്രം എന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങളോട് ഉന്നയിച്ചത്. അതല്ലേ ഈ പറഞ്ഞത്. രണ്ട് പ്രാർത്ഥന നിങ്ങൾ പറഞ്ഞു. ഒന്ന് പറഞ്ഞ് പടച്ച റബ്ബയെ കാക്കി, എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന പടച്ച റബ്ബിനോട്, കേൾക്കുന്ന റഹ്മാനായ റബ്ബിനോടുള്ള പ്രാർത്ഥന. ഇത് രണ്ടാമത്തെ പ്രാർത്ഥന പറഞ്ഞ് കേൾക്കാത്ത മരണപ്പെട്ടതായിരിക്കാം പറയുന്നത് കേൾക്ക്. അഭൗതികമായ അവസ്ഥയിലാണ് ചോദിക്കുന്നത്. പടച്ച റബ്ബിനോട് ഭൗതികമായ അവസ്ഥയിലാണ് ചോദിക്കുന്നത്, അഭൗതികമായ അവസ്ഥയിലാണ്. രണ്ടും അഭൗതികമായി. അതുകൊണ്ട് തന്നെ രണ്ടും തലങ്ങളെ ബന്ധപ്പെടുത്തുമ്പോൾ രണ്ടും ഒരേ തലത്തിലാണ് വരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സിഫത്തുകളെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വകാല റബ്ബുക്കും ഉദ്ഹൂനി ആയത്താണത്. അല്ലെ ആയത്താണ്. ഞാൻ പറഞ്ഞ എന്താ മനസ്സിലായത്? അതായത് പ്രാർത്ഥന എന്ത് എന്ന് മൂപ്പര് വിവരപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താണ് പ്രാർത്ഥന എന്ന് വിവരപ്പെടുത്തിയില്ല. ഇനി ഞാൻ ഞങ്ങൾക്ക് അത് വിശദീകരിച്ച് തരാൻ പോകും കേട്ടോ. പ്രാർത്ഥന അള്ളാഹിനോടെ പറ്റും. അതിന് ഞങ്ങൾക്കാർക്കും ഒരു തർക്കമില്ല. നിങ്ങൾ ഒരുപാട് കാലമായി സമുദായത്തെ പറഞ്ഞു പറ്റിച്ചിരുന്ന വളരെ ഇവിടെ ശ്രദ്ധിക്കണം, ഉത്തരം വ്യക്തമാണ്, വളരെ ശ്രദ്ധിച്ചോടെയാണ് ഞാൻ പറയുന്നത്. അതേ സമയത്ത് നിങ്ങൾ പറഞ്ഞല്ലോ എന്ത്, അല്ലാഹുവിന്റെ ഔലിയാക്കളെ അമ്പിയാക്കളെ വിളിക്കുന്നത് അത് പ്രാർത്ഥനയല്ല. ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ അതിന് പ്രാർത്ഥന എന്ന് പറയൂല. അതാണ് നമ്മൾ പറയുന്നത്. അത് അമ്പിയാക്കൾ ചെയ്തു എന്നാണോ നിങ്ങളുടെ ചോദ്യം? എന്നാ ഞാൻ പറയുന്നത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട്, യാതൊരു തർക്കവുമില്ല. ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല ഇനി ചെയ്യുകയും ചെയ്യുമെന്നാണ് അതിന്റെ വളരെ ശക്തമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. അവ രണ്ടും കൂടി ഇപ്പൊ വ്യക്തമാവാൻ പോവാം കേട്ടോളൂ. മഹാനായ നബിനെ നമ്മൾ എടുക്കുക, എന്നാ പെട്ടെന്ന് മനസ്സിലാവും. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം അല്ലേ? ഈസാ നബി അലൈഹിസ്സലാം, അതാ ഈസാ നബി അള്ളാഹുവിനോട് ധാരാളം വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദുആ. അതിൽ ഞങ്ങൾക്കാർക്കും തർക്കമില്ല, നിങ്ങൾക്കും തർക്കമില്ല. എന്നാൽ അതേ ഈസാ നബി അലൈഹിസ്സലാം തന്നെ മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിന്റെ സമീപത്ത് വന്നിട്ട് നബിയെ എന്നെ സഹായിക്കണം എന്ന് പറയുന്നുമുണ്ട്. അതിന് പറയാനുള്ള ഒരു വാക്കാണ്. അവ രണ്ടും വളരെ വ്യക്തമാണ്. അല്ലാഹുവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതേ സമയത്ത് ഞങ്ങൾ സഹായം തേടുന്നു. ആരോട്? ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ അമ്പിയാക്കളോട്, ഔലിയാക്കളോട്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കുക, അതിന് പ്രാർത്ഥന എന്ന് പറയൂല. അവിടെയാണ് വിഷയമുള്ളത്. അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ ചിന്തിച്ചോളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നേരാണ് നമ്മൾ തീർക്കാൻ പോകാം. ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു നബിയും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമെന്നാണല്ലോ നിങ്ങൾ സൂചിപ്പിച്ചത്. ഇവിടെ ശ്രദ്ധിക്കണം, മറുപടി ശ്രദ്ധിക്കണം. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം, അത് വളരെ കൃത്യമാണ്. അങ്ങനെ ഒരു പ്രയത്നം അത് അമ്പിയാക്കൾ നടത്തിയിട്ടില്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഏതെങ്കിലും ഒരു നബി ചെയ്തോ എന്നെ ചോദ്യം. അതിനെന്റെ മറുപടി അതാ ഇനി ഇവിടെ ഇറങ്ങി വരുന്ന മഹാനായ നബിയുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് ചെന്ന് സഹായം തേടും. അത് സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അവ വളരെ കൃത്യമായി ഞാൻ പറയുന്നു. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കും, സഹായം തേട്ടം എല്ലാവരോടുമുണ്ട്. അതുകൊണ്ട് സുഹൃത്തെ, ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഇത് മനസ്സിലാക്കി തന്നാൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നബിയുടെ ഖബറിന്റെ സമീപത്ത് വന്ന് ഈസാ നബി സഹായം തേടുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാം? വളരെ നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കണം. പറയും അതിനെക്കുറിച്ച് പറയാനുള്ളത് വേഗം പറയും. ചിലരെ ഈ ഹദീസ് കേട്ടിട്ട്
ഏതെങ്കിലും സഹാബികളോ താബികളോ തബൗത്താബികളോ അള്ളാഹുവിന്റെ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് ഒരു തെളിവ് നിങ്ങൾ ഉദ്ധരിക്കാൻ സാധിക്കും? അത് ഞാനേ അത് പറയും. അതൊക്കെ അത് നിങ്ങൾ റെഡിമെയ്ഡ് ചോദ്യമാണ്, ഇരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ഇതുവരെ എവിടെ പറഞ്ഞത് എല്ലാരും കേട്ടതാ. ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ എന്നാണല്ലോ ചോദിച്ചത്. അതിന് ഈ സമൂഹം സാക്ഷിയ. തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണ് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? തർക്കമില്ലല്ലോ. ആ നബി തങ്ങൾ തന്നെ പറയുകയാണ്, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം എന്റെ ഖബറിന്റെ സമീപത്ത് വരും. എന്റെ ഖബറിന്റെ സമീപത്ത് ഈസാ നബി വരും. എന്നിട്ട് മുഹമ്മദ് എന്ന് വിളിച്ചാൽ ആ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോ നിഷ്പക്ഷമായി ചിന്തിച്ചോളൂ. നിങ്ങളെ ചോദ്യം ഞങ്ങളെ ഏറ്റെടുക്കുന്നു. ഏതെങ്കിലും ഒരു നബി, ചോദ്യം ചോദിച്ചല്ലോ, ഏതെങ്കിലും ഒരു നബി വഫാത്തായ നബിയോട്, ഏതെങ്കിലും ഒരു നബി വഫാത്തായ ആളുകളോട് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം പേടിയോ എന്നല്ലേ ചോദ്യം? അതിന് പ്രാർത്ഥന എന്ന് പറയില്ല. ഞാൻ അതിന് വിശദീകരിച്ചു. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഉദാഹരണത്തിലേക്ക് പോയത്. ഈസാ നബി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് എന്ന് തോടുന്നു. ഇതിന് ഇസ്ലാമിൽ പ്രാർത്ഥന പറയൂല. ഇസാബി പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷേ സഹായം തേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അവ സ്വഹാബത്ത് ചെയ്തത് അത് ഞാൻ വിശദീകരിക്കാം. അതിന്റെ മുമ്പ് നിങ്ങളുടെ ഈ വിഷയത്തെക്കുറിച്ച് റസൂലുള്ളാഹിയാണ് പറയുന്നത്, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നോട് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് വാദമുണ്ടോ? ഈ ഹദീസ് സഹീഹല്ല എന്ന് വാദമുണ്ടോ? നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കണം. ഇത് നമുക്ക് പരലോകത്തിന്റെ വിഷയമാണ്. നന്നായിട്ടൊന്ന് ചിന്തിക്കാം. അതുകൊണ്ട് അതിനെ കുറിച്ച് എന്താ അങ്ങോട്ട് പറയാനുള്ളത്? ഒന്നുകൂടി കുറിച്ച് പറയട്ടെ. ആളെന്നെ അല്ല, അതാണ് പൂർത്തേക്ക് പോകും. അത് തീർന്നോട്ടെ. ഇൻഷാ അല്ലാഹ് അയാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരും. അതെന്നെ വിഷയം അല്ല, വിഷയം തന്നെ എടുത്തു പറഞ്ഞു. പിന്നെ ഈസാ നബി വന്നിട്ട് മുഹമ്മദ് എന്ന് വിളിക്കുന്നു. ആ വിളി ഉണ്ടല്ലോ, അത് പിന്നെ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബദ്രീങ്ങളെ കാക്കണേ, അല്ലെങ്കിൽ മോദിശേഖർ എനിക്കൊരു കുട്ടിനെ തരണേ, മമ്പർത്തങ്ങൾ ഞാൻ ചോദിക്കണപ്പോഴായി പറട്ടെ, അതിന് തെളിവാണെന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഉദ്ധരിച്ചായിട്ട് കാണിച്ചാൽ പറ്റുമോ? അത് കാണിച്ചു തന്നാൽ എന്നാ പിടിച്ചോളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിശദമായി ഞാൻ പറയും. അല്ല, ഇപ്പൊ ഫുള്ളാക്കി അല്ല, അത് പറ. അങ്ങോട്ട് മൈക്ക് എല്ലാവരും ഇരിക്കാം. അയാൾ പറയാതെ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ വിളിക്കണ്ടല്ലോ മമ്പറന്നങ്ങളെ കാക്കണേ, അല്ലെങ്കിൽ മൊയ്തീശയെ കാക്കണേ. ഈ വിളിയും അല്ല, പിന്നെ ഈസാ നബി വന്നിട്ട് മുഹമ്മദ് നബിനെ വിളിക്കുന്ന വിളിയും രണ്ടും ഒരേ അർത്ഥത്തിലാണോ സാർ? പറഞ്ഞേ, രണ്ടും ഒരേ അർത്ഥത്തിൽ നമ്മൾ കുട്ടിനെ ചോദിക്കണം. അതല്ല, ഞാൻ മൈക്ക് വെച്ച ഉദാഹരണം. അതായത് കുട്ടിനെ ചോദിക്കൽ അതിന്റെ ഒരു ഉദാഹരണം. മനസ്സിലായില്ല? ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം സഹായം തേടി എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ അള്ളാന്റെ റസൂലുള്ള ഒരു ജാറത്തിലാണ്. അള്ളാഹുവിന്റെ റസൂല് എവിടെയാണുള്ളത്? ഖബറിന്റെ ഉള്ളിലാണ്. ആ റസൂലുള്ളാഹിനോട് ഈസാ നബി വന്ന് സഹായം തേടുകയാണ്. അപ്പോ എന്ത് സഹായം? ആ കുട്ടിനെ ചോദിക്കൽ ഒരു സഹായം, രോഗം മാറൽ വേറൊരു സഹായം, ഇൽമ തേടൽ വേറൊരു സഹായം. അതൊക്കെ സഹായത്തിന്റെ എക്സാമ്പിളുകൾ. ഒന്ന് ചെറുക്കുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെറുക്കാവൂലല്ലോ, അതുറപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈസാ നബി അലൈഹിസ്സലാം വന്ന് അങ്ങനെ തേടുന്നു. അത് അതിൽപ്പെട്ട ഒരു തേട്ടം. കുട്ടിനെ ചോദിക്കൽ വേറൊന്ന്, ചെറുക്കാണെങ്കിൽ എല്ലാം ചെറുക്ക്. അപ്പോ ഇതുവരെ നിങ്ങൾ ചോദിച്ച ആ ചോദ്യം ഈ സുന്നി സമുദായം ഏറ്റെടുക്കുന്നു. ഏതെങ്കിലും ഒരു നബി മരിച്ച നബിയോട് വിളിച്ചിട്ടുണ്ടോ, സഹായം തേടിയിട്ടുണ്ടോ എന്നല്ലേ ചോദ്യം? ഉണ്ട്. മഹാനായ നബി ഈസാ നബി അലൈഹി ഇസ്ലാം തന്നെ വരും. സുന്നത്ത് ജമാഅത്തിന്റെ അതാ നേതാവായിട്ട് വരും. നിങ്ങൾക്ക് ആ ഹദീസ് മുഴുവനൊന്ന് ഞാൻ കേൾപ്പിക്കാം. അർത്ഥം നമ്മൾ അനീഫ മൗലവി തന്നെ ആയിക്കോട്ടെ, ഞാൻ വരണ്ട. ആ ഹദീസിന്റെ ഓരോ ലഫ്ല് കായക്കൊടി മൗലവി അർത്ഥം പറയും. ആദരവും കായക്കൊടി മൗലവിയെ ക്ഷണിക്കുകയാണ്. എല്ലാവരും ഇരുന്ന് കേട്ടോ. നമ്മുടെ നിർവചനവുമായി ബന്ധപ്പെട്ട വിഷയമാണോ? അല്ല, കേട്ടോളൂ നിങ്ങൾ.
എന്താ ഹദീസിലുള്ളത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടു. വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ലയൻസിലന്ന ഈസ ഇബ്നു മറിയം ഇമാമൻ മുഖ്സിതൻ വഹകമൻ അദില, ഈസാ നബി അലൈഹിസ്സലാം നീതിമാനായ ഭരണാധികാരിയായി ഇമാമായി ഇറങ്ങി വരും. ഫലയുകസ്സിറന്ന സലീബ, കുരിശുകൾ തകർക്കും. വലയഖ്തലന്നൽ ഖിൻസീറ, പന്നികളെ കൊല്ലും. വലയുസ്ലിഹന്ന ദാത്തൽ ബൈൻ, പരസ്പരമുള്ള പകകൾ ഭിന്നിപ്പുകൾ അവസാനിപ്പിക്കും. വലയുദ്ഹിബന്ന ശഹ്നാ, അതേപോലെ പോരുകൾ അവസാനിപ്പിക്കും. വലയുരിലന്ന അലൈഹിൽ മാൽ ഫലാ യഖ്ബലുഹു, ഈസാ നബി അലൈഹിസ്സലാമിന് മുമ്പിൽ സമ്പത്തുകൾ പ്രദർശിപ്പിക്കപ്പെടും, പക്ഷേ അദ്ദേഹം അത് സ്വീകരിക്കില്ല. തുമ്മലയിൻ കാമ അലാ ഖബരി, എന്നിട്ട് എന്റെ ഖബറിനരികിൽ വന്ന് ഫഖാല യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലാ ജബ്തുഹു, ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകും. അപ്പൊ അതുകൊണ്ട് മരിച്ചതിന് ശേഷം അർത്ഥന്റെ വിഷയം കഴിഞ്ഞ ഹദീസ് കഴിഞ്ഞു. ഏത് ഓരോരുത്തർക്ക് ചോദിച്ചത് അല്ലല്ല അയാൾ അത് കൊടുത്ത ഹദീസ് കേൾപ്പിച്ചതാണ്. ബൈക്കോട് ഒരാൾ പറയട്ടെ, ആ വെക്ക് ബൈക്ക് കൊടുക്കും അയാൾ പറയട്ടെ. അതെ ആ കുറച്ചുകൂടെ വെക്കല് ഞങ്ങൾ ഈ ഹദീസിന്റെ അർത്ഥമാണ് നിങ്ങൾ ചോദിച്ചത്. ഹദീസിന്റെ അർത്ഥം മൗലവിയെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിന് കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞോളി, അതല്ലേ രസം. ഈ ഹദീസിന്റെ അർത്ഥം ഞങ്ങൾ പറയിപ്പിച്ചതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഹദീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഹദീസ് വഈഫാണെങ്കിൽ പറയാം, ഹദീസിന് കുഴപ്പമുണ്ടെങ്കിൽ പറയാം. ഓരോന്നും ഞങ്ങൾ പിടികൂടും ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്നത് സ്വീകരിച്ചോളൂ. ഇത് വ്യക്തമായി ആ ഹദീസ് കഴിഞ്ഞു, ഇനി ഹദീസില്ല. ഹദീസ് അവിടെ പൂർണ്ണമായി. ഹദ്ദസന അഹ്മദ് ബിൻ ഉസ കേട്ടോ. ഏത് സംശയം? അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് തീർന്ന വിഷയം തീരാൻ പോവാണ്. അതായത് ഇപ്പോ ഓരോരുത്തർക്കും മൈക്ക് കൊടുക്കുമ്പോൾ അവർ സംസാരിക്കട്ടെ. ഞാൻ പറയുന്ന ഒരു വിഷയം തീരുമാനം പോകും. ഏതെങ്കിലും ഒരു നബി റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന്, അല്ലെങ്കിൽ മരിച്ചുപോയ നബിയുടെ ഖബറിന്റെ സമീപത്ത് വന്ന് വല്ല ആളും ചിന്തിക്കണേ, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം എന്നതാണ് നമ്മുടെ ചർച്ച. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമാണല്ലോ ജാറത്തിലുള്ള നബിയോട് ചോദിക്കുന്നത്, അല്ലേ? തർക്കമല്ലല്ലോ. എന്നാൽ ബഹുമാനപ്പെട്ട നബി ഈസാ അലൈഹിസ്സലാം ആ ഹദീസിൽ പറയുന്നു, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ആ വിളിക്കുത്തരം ചെയ്യുമെന്ന് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ഈ സംശയം ഇനി ഉണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും ഒരു നബി മരിച്ച നബിയോട് ചോദിച്ചോ എന്ന ചോദ്യം ഇനി കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ കേട്ടുപോകരുത്. ഈ ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞങ്ങൾ പറയുന്നു, ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ വരും, വന്നിട്ട് വിളിക്കുമ്പോൾ ഞാൻ ഉത്തരം ചെയ്യുന്നു. 14 നൂറ്റാണ്ട് മുമ്പ് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി തെളിവാണ്. അപ്പൊ അത് പ്രാർത്ഥനയല്ല, പ്രാർത്ഥന അള്ളാനോട് തന്നെ. പക്ഷെ ഇത് സഹായം തേടലാണ്. അത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഹദീസിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് തന്നെ ജനങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നന്നായി തരണം. നല്ല ഭാഷയിലല്ലേ ഞാൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നന്നായി കൂടെ. നിങ്ങൾ ചോദ്യം അതാണല്ലോ, ഏതെങ്കിലും ഒരു നബി മരിച്ച നബിനോട് ചോദിച്ചോ, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം പേടിയോ എന്നാണല്ലോ. ആ പ്രശ്നത്തിനല്ലേ ഇവിടെ പരിഹാരമായത്. ഇനി നിങ്ങൾക്കത് സ്വീകരിച്ചുകൂടെ എന്നാണ് എന്റെ ചോദ്യം. കൊടുക്കും ഹദീസിനെ കുറിച്ച് എന്താ പറയണം? ശരിയാരെ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പ്രവാചകന്മാർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിന്റെ അടുത്ത് ചെന്നിട്ട് കടലിനോട് ശത്രുക്കളുടെ പ്രയാസം കൊണ്ട് പ്രതിസന്ധിയിൽ ഒരു മിനിറ്റ് സംസാരിക്കട്ടെ. ഞങ്ങൾക്ക് അവസരം തരും. ഇല്ലല്ല, ഞാൻ ബലപ്രയോഗം പിടിക്കുന്നത് അതുണ്ടോ? ഇല്ലല്ല, ഇതൊക്കെ 4-3 ആൾക്കാർ അവിടെ വന്നു. ഞാനേ ഇത് ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ബലം പിടിക്കും? എന്തിനാ അതിന്റെ ആവശ്യം? ഇല്ല, ഞങ്ങൾ ബലം പിടിക്കരുത്. നിങ്ങൾ
അതാണ് സംസാരിക്കുന്നത് പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനാണല്ലോ. കടലിന്റെ അടുത്തെത്തുകയും ഫിറൗന്റെ ശത്രുത കാരണം ഒരു സംസാരിച്ച് തീർന്നല്ലേ ഒരു കാര്യം പറയട്ടെ, അതിന്റെ മുന്നേ ബേജാറ് അപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കടലിന്റെ അടുത്ത് ചെന്നിട്ട് ഫിറൗന്റെ ശത്രുത കാരണം പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചില്ലേ, പടച്ചനെ ഇവന്റെ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ആ സമയത്ത് കടല് കണ്ട് പിളർപ്പായി. ഇവിടെ പ്രവാചകന്മാരുടെ പ്രത്യേകതയാണത്, മൂസാ നബിക്ക് കിട്ടിയ പ്രത്യേകതയാണത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്ത് കൊടുത്തിട്ടുള്ള പ്രവാചകന്മാർക്കൊക്കെ എന്തുണ്ട്, ഇങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട്. മുഅ്ജിസത്ത് എന്താന്ന് പഠിക്കണം. മുഅ്ജിസത്ത് പ്രവാചകന്മാർ സിഎംഅല്ല, അല്ലെ മമ്പറത്തെ തങ്ങളല്ല, പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനെ കൊണ്ട് പഠിപ്പിക്കപ്പെട്ട ആൾക്കാരാണ് പ്രവാചകന്മാർ. വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയട്ടെ, എന്നിട്ട് അതിനെ അല്ലെ അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യം നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താക്കി, അവിടെ വെച്ച് അള്ളാഹിനോട് പ്രാർത്ഥിച്ച് കടലിന് 2 പിളർപ്പാക്കി കൊടുത്ത്. അതുപോലെ തന്നെ വരുന്നത് സാധാരണ ഒരു മനുഷ്യരല്ല, പ്രവാചകനാകാത്തൊരു മനുഷ്യരല്ല, സഹാബികളല്ല, താബീങ്ങളല്ല, തബോ താബീങ്ങളല്ല. ആരാണ് വന്നത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. അല്ലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാണ്ഡ്യരോഗികൾക്ക് ശമനം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് മാനവലോകത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ മാനവലോകത്ത് മുഅ്ജിസത്തുകൾ കാണിച്ച് പ്രത്യക്ഷപ്പെടുത്തുകയും അതിലൂടെ പ്രപഞ്ചനാഥനെ മാത്രം ആരാധിക്കാവുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുകയുമായിരുന്നത്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനാണ്, മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനാണ്. ആ പ്രവാചകനോടാണ് ആര് ചോദിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം വന്നിട്ട് ആ പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ, അല്ലാതെ മാനവലോകത്തുള്ള മരണപ്പെട്ടുപോയ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവല്ലത്. അല്ലേ? ആണോ? അതാണോ? അല്ല. ആണെങ്കിൽ ചോദിക്കട്ടെ, വൈഷ്ണവരാകട്ടെ ക്രൈസ്തവരാകട്ടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആരാ? ക്രൈസ്തവർ. മനസ്സിലായി? ഈസാ നബിനെ വിഷയം തിരിഞ്ഞു, വിഷയം മനസ്സിലായി. എന്താ പറഞ്ഞതെന്നറിയോ? ഇപ്പൊ കേട്ടോളൂ, വ്യക്തമായി കാര്യം. ഇതാണ് ഞാൻ പറഞ്ഞത്. വ്യക്തമായി ഇവൻ ആദ്യം ചോദിച്ചതെന്താ? അതായത് വ്യക്തമായി ഇയാൾ ആദ്യം ചോദിച്ച ചോദ്യം എന്താ? സമൂഹം ശരിക്ക് വിലയിരുത്തുന്നുണ്ട്. എന്താണ് ആദ്യത്തെ ചോദ്യം? എന്താ ആദ്യത്തെ ചോദ്യം? ഏതെങ്കിലും ഒരു നബി ചോദ്യം ശ്രദ്ധിച്ചില്ലേ? ഏതെങ്കിലും ഒരു നബി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്നാണെന്ത് എന്ത് ചോദ്യം. എന്നിട്ട് നമ്മളെ ഈസാ നബിയുടെ കാര്യം പറഞ്ഞപ്പോ മൂപ്പര മറുപടിയല്ല, അത് ഈസാ നബിയുടെ പ്രത്യേക കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതാണ് സത്യം മനസ്സിലായി കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടാ. മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് ഇവിടെ വന്നപ്പോ അള്ളാന്റെ റസൂലിനോട് അബൂജഹൽ ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയോ? ആ ചന്ദ്രനെ 2 പിളർപ്പാക്കി കാണിച്ചാൽ ഞാൻ വിശ്വസിക്കാം, നീ കാണിക്കോന്നു. ഇയാൾ മനസ്സിലാക്കിയത് അങ്ങനെ ചെയ്യൂടാണ്. അല്ലാഹുവിന്റെ റസൂൽ 2 പിളർപ്പാക്കി. അബൂജഹൽ പറഞ്ഞു മായാജാലമാണ്, സ്വീകരിക്കൂല. ഇപ്പോ ഇതുപോലെ ഈ സുഹൃത്ത് നമ്മളോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു നബി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം വേറെ ഒരു നബിയോട് ചോദിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. എങ്കിൽ ആ ചോദ്യം ഇപ്പോൾ നിലവിലില്ല. കാരണം ആ ചോദ്യം ബാക്കിയായി. അതിന് ഞങ്ങൾ ഉദ്ധരിച്ചു, ഏതെങ്കിലും ഒരു നബി എന്നല്ല, ഇനി ഈ ലോകത്ത് വരുന്ന തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഉമ്മത്തിന്റെ ദൗത്യമായി വരുന്ന ഈസാ നബി അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞ മറുപടി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് ഈസാ നബിന്റെ പ്രത്യേകതയാണ് പോലും. ഞാൻ ചോദിക്കട്ടെ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഏതെങ്കിലും നബി ചോദിച്ചോ എന്ന് ചോദിച്ചത്? ഏത് നബിയായാലും ആ ഉത്തരം പറയൂലേ? അയ്യൂബ് നബി ചോദിച്ചത് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയും അതായത് പ്രാർത്ഥന. അത് അയ്യൂബ് നബി നേടിയതും അയ്യൂബ് നബിന്റെ പ്രത്യേകതയാണ്. ഈസാ നബിന്റെ പ്രത്യേകതയാണ്. അതുപോലെ യാക്കൂബ് നബിന്റെ പ്രത്യേകത. ചോദിച്ചൊക്കെ പ്രത്യേകത, ചോദിക്കുന്നതൊക്കെ പ്രത്യേകത. അത് നടക്കൂല. നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചത്, അല്ലെങ്കിൽ ആ ചോദ്യം പിൻവലിക്കാൻ തയ്യാറാവണം. ഏത് ചോദ്യം? ഏതെങ്കിലും ഒരു നബി മരിച്ചുപോയ നബിയോട് പേടിയോ എന്ന ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം പറഞ്ഞപ്പോ അത് ഈസാ നബിയുടെ പ്രത്യേകതയാണ് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്റെ സുഹൃത്തെ മനസ്സിലാക്കിക്കോളൂ, ചെറുക്കുന്ന ഒരു പ്രവർത്തനം, ചെറുക്കിന്റെ ലാഞ്ചനയുള്ള പ്രവർത്തനം ഒറ്റ നബിയും ചെയ്യുകയില്ല. എന്ത്
അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളോട് തന്നെ അല്ലാഹു പറഞ്ഞത് നബിയെ നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമൽ പൊളിഞ്ഞു പോകും, നിങ്ങളുടെ അമൽ പൊളിഞ്ഞു പോകും. ആരോടായി പറയുന്നത്? ഏറ്റവും വലിയ നേതാവായ അബ്ബത്തന്നാമലുക്ക നബിയെ തങ്ങളുടെ അമൽ പൊളിഞ്ഞു പോകും, നിങ്ങളുടെ അമൽ പൊളിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ശിർക്കിന്റെ ലാഞ്ചന പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വിളിക്കുന്നത് ഈസാ നബിയുടെ പ്രത്യേകതയാണ് എന്നാണ് പറയുന്നതെങ്കിൽ ഞങ്ങളുടെ ചോദ്യം, ആദ്യത്തെ ചോദ്യം ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ലേ? ഏത് ചോദ്യം? ഏതെങ്കിലും ഒരു നബി മരിച്ചുപോയ നബിയോട് ചോദിച്ചോ എന്ന ചോദ്യം ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ലേ എന്നാണ് ഇനി നിങ്ങൾക്ക് കിട്ടേണ്ടത്. അതിന്റെ ഉത്തരം പറയും. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. നിലവിലുണ്ട്. ഇപ്പൊ എന്താണോ അറിയോ? നിലവിലുണ്ടില്ലേ? എന്താണെന്ന് വെച്ചാൽ ഈസാ നബി വരും ചോദിക്കും. നമ്മളെ ചോദ്യം എന്താണെന്നറിയോ? ഇതിന് മുമ്പുള്ള നബിമാർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇതിന് വരുന്നുണ്ടെന്നല്ല. അപ്പൊ ചെറുക്കാണെങ്കിൽ ഈ വരണമൊക്കെ കണക്കന്നല്ലേ? അങ്ങനെയാണ് ഇപ്പൊ അല്ല, വിഷയത്തിലൊക്കെ കണക്കന്നെ സുഹൃത്തെ. വരണം വരാത്ത വ്യത്യാസമുണ്ടോ? ഉണ്ടോ? അങ്ങനെയുണ്ടോ? പഴയ കാലത്ത് ചെറുക്ക് പറ്റുക, വരുമ്പോ പറ്റും, അങ്ങനെ ഉണ്ടോ? അങ്ങനെയുണ്ടോ? അങ്ങനെ ചെറുക്കോ പുതിയ ചെറുക്കാളല്ലോ. ഉത്തരം പറയുന്നില്ല. ചോദ്യത്തിന് ഉത്തരം പറയും. അതായത് പ്രവാചകന്മാരുടെ മോചിസത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞോട് അപ്പൊ നിങ്ങളെ ആലോചന നിലവിലുണ്ടോ? പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ ചോദ്യം നിലവിലുണ്ടോ? ആദ്യത്തെ ചോദ്യം നിലവിലുണ്ടോ? മൈക്ക് പിടിക്കല്ലേ? ഒരു മിനിറ്റ്. നിങ്ങൾ ഞാനൊന്ന് ചോദിക്കുമ്പോൾ അത് കേട്ടിട്ട് മറുപടി പറയും. അല്ല, നിങ്ങൾ ഇതാ പറയാൻ ജനങ്ങൾ വൈകിക്കുവോ? ആ ചോദ്യം ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ല അത് പറയണം. അതാണ് പറയുന്നത്. അവകാശം തരും. അത് പറയാനുള്ള അവകാശം തരും. ഉണ്ടോ ഇല്ലേ? അത് പറയാൻ അവകാശം ഉണ്ടോ ഇല്ലെന്ന് പറയും. പറയട്ടെ. അല്ല, പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം മോചിസത്ത് എന്താ നിങ്ങൾ മനസ്സിലാക്കണം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രൻ പുലർത്തിയ ചിർക്കാണോ? അതാ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളോടുള്ള ചോദ്യം. അതാ പറഞ്ഞത്. അത് പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനാണ്. മാനവ ലോകത്ത് ഞാൻ പ്രവാചകനാണ്. പ്രവാചകനാണോ? ഞാൻ പ്രവാചകനാണോ? എന്താല്ല പറയുന്നത്? നമ്മൾ പ്രവാചകന്മാരല്ല. കേട്ടോ, ഞാനേ ഇതൊക്കെ ഭക്ഷണം തിന്നുന്ന ആളുകളാണ്. അത് കാര്യം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ സ്വീകരിക്കാൻ ഒരു മടി? ഈ പ്രവാചകനാണ്, പ്രവാചകന്മാർ ചോദിച്ചോ എന്നാണ് നിങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിനെയാണ് നിങ്ങൾ സ്വീകരിച്ചത്. പ്രവാചകന്മാര് തന്നെ. പിന്നെ ചോദിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കരുത്. ഏതെങ്കിലും ഒരു പ്രവാചകൻ മരിച്ചുപോയ പ്രവാചകനോട് ചോദിച്ചോ എന്ന് ചോദിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടിയിരുന്നോ? ഈസാ നബിയോട് വരുന്നത് ചില്ലറാളാ. പക്ഷേ അനീസെടുത്ത് കായക്കൊടി ഞാൻ അർത്ഥം വെച്ചു തരാം. ഹദീസിന്റെ ഓരോ ഭാഗവും കേട്ടോളൂ, ബേജാറായിട്ട് കാര്യമില്ല. വെച്ച് നമ്മുടെ നിർവചനവുമായി ബന്ധപ്പെട്ട വിഷയമാണോ? അല്ല, കേട്ടോളൂ. നിങ്ങൾ ഹദീസ് കേട്ടോളൂ. പറയാൻ പോവാണ്. കേട്ടോ, ഞാൻ പറയും. എന്താ ഹദീസിലുള്ളത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടു. വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ലയൻസിലന്ന ഈസ ഇബ്നു മറിയം ഇമാമൻ മുഖ്സിതൻ വഹക്കമൻ അദില, ഈസാ നബി അലൈഹിസ്സലാം നീതിമാനായ ഭരണാധികാരിയായി ഇമാമായി ഇറങ്ങി വരും. ഈസാ നബി ഇമാമായി വരുന്നതാണ്, ഇടപെടുന്ന ആളായിട്ട് വരുന്നതാണ്. ഈസാ നബിയാണ് തന്റെ പ്രവർത്തനത്തിന്റെ ഇടയിൽ അതാ അവൻ ചെയ്യുന്ന പ്രവർത്തനം ഈസാ നബി ചെയ്യോ? ചെയ്യൂല. ഈസാ നബി ശിർക്ക് ചെയ്യുമോ? ചെയ്യൂല. ഈസാ നബി ശിർക്ക് ചെയ്യുമോ? ഒരിക്കലും ചെയ്യൂല. അഥവാ ശിർക്ക് പറഞ്ഞ മുഹമ്മദ് നബി തങ്ങളിൽ ഉത്തരം പറയോ? പറയൂല. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി ഈ സമൂഹം പഠിച്ചു കഴിഞ്ഞു. അതെ, സിനിമത്തിൽ പറഞ്ഞത് കഴിഞ്ഞു പോയതാണ് ചോദിച്ചത്. ഞാൻ പറയുന്നു ശിർക്കിന്റെയും തൗഹീദിന്റെയും ഇടയിൽ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ വ്യത്യാസമില്ല. എല്ലാം ശിർക്ക് തന്നെയാണ്. ശിർക്കാണ് ഈ കഴിഞ്ഞ കാലത്തും പറ്റൂല, വരാനിരിക്കുന്ന കാലത്തും പറ്റൂല. ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു, ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അതാ ഖബറിന്റെ സമീപത്ത് വന്ന് റസൂലുള്ളാഹിനെ വിളിക്കുന്നു. ചാരത്തിന്റെ
റൗദന്റെ സമീപത്ത് വന്ന് വിളിക്കുന്നു. ആ വിളിക്ക് ഞാൻ ഉത്തരം കഴിഞ്ഞു വന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി ഈ ഹദീസിന് വ്യക്തമായ ഒരു മറുപടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ എവിടെ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സദസ്സിൽ വെച്ച് പ്രഖ്യാപിക്കും. ഇനി ഇസ്തിഗാസ ചെയ്യൂലാന്ന് പ്രഖ്യാപിക്കും. പക്ഷേ അങ്ങനെ ഒരു മറുപടി പറയാൻ എന്റെ സഹോദരങ്ങളെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇതിന് മറുപടിയല്ല, ഒരു പ്രത്യേക സംഭവം എന്ന മറുപടിയാവൂല. എന്തുകൊണ്ട്? അമ്പിയാക്കൾ തുടരപ്പെടുന്ന ആളാണ്. തുടരപ്പെടുന്ന ആളുകളുടെ പ്രവർത്തനം തുടരപ്പെടും. തീർച്ചയാണ് പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം അതെല്ലാവർക്കും അറിയാം. കാരണം നിങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങിയത് അതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഉത്തരം കൊണ്ട് നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം ഇല്ലാതെയായി അത് സദസ്സിനോട് പറയണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഏത് ചോദ്യം? ഏതെങ്കിലും ഒരു നബി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം സഹായം തേടിയിട്ടുണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ലേ? അതിന്റെ ആൻസറാണ് പറയേണ്ടത്. ഉണ്ടെങ്കിൽ എന്തുകൊണ്ടുണ്ട് അതാണ് പറയേണ്ടത്. ബാക്കിയൊന്നും കേൾക്കണ്ട. അത് പറയാൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതല്ല പറയണം. ആ ആൻസർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആൻസർ നിലനിൽക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ. ഞാൻ ചോദിച്ചത് ചോദ്യം നിലനിൽക്കുന്നുണ്ടോ ഇല്ലേ? ചോദ്യം കേട്ടിട്ട് ഏതെങ്കിലും ആ കാലശേഷം അതിനുശേഷം ഏതെങ്കിലും മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കണം. അതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രവാചകനോ സാവധാനം പറഞ്ഞാൽ മതി. കൂടാണ്ട വളരെ സാവധാനം. അപ്പൊ അതിനൊക്കെ അത്ര പ്രശ്നമുള്ളൂ. എന്നാ ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു സ്വഹാബി ചെയ്തോ എന്നുള്ള ചോദ്യം ഞാൻ പറയുന്നു. ഈസാ നബി തന്നെ ഒരു സ്വഹാബിയാകുന്നു. അപ്പൊ അതുപോരാ. എന്റെ വിഷയം അതാണ്. കുട്ടികൾ തല്ലുകൂടാന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ പറയും നിങ്ങളെ കളി നടക്കൂല. ഇത് തൗഹീദും ശിർക്കുമാണ്. അതിന് ശേഷമോ? അപ്പൊ അതോ അതിങ്ങട്ട് പറയും. അതല്ലേ ഞാൻ പറഞ്ഞതിന്റെ ഉത്തരം. ഇല്ലല്ലല്ല, എനിക്ക് ഓരോരുത്തർക്കും മൈക്ക് തരും. അപ്പൊ ചോദിക്കോട് നിങ്ങളല്ലാതെ ഞങ്ങൾ സദസ്സിനോടാ പറയുന്നത്. കേട്ടില്ലേ? ഇവർ ചോദിച്ചത് ഞാൻ വളരെ കൃത്യമായിട്ടാ പറഞ്ഞു കേട്ടോ. 3 കാര്യങ്ങൾ ഞാൻ അടിവരയിടും കേട്ടോ. 3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ ചോദ്യം ഏതെങ്കിലും ഒരു നബി കേട്ടോ. നിങ്ങളുടെ ചോദ്യം നിങ്ങൾ ബേജാറാണ്ട് ഓരോരുത്തർക്ക് മൈക്ക് തരും. എന്താ വിഷയം എന്നറിയോ? നിങ്ങളെ ചോദ്യമായിരുന്നു എന്ത്? ഏതെങ്കിലും ഒരു നബി കേട്ടോ, ഏതെങ്കിലും ഒരു നബി മരിച്ചുപോയ നബിയോട് സഹായം തേടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും. നിങ്ങൾക്ക് ചൂടായെങ്കിൽ ഞാനത് വിശദീകരിക്കും. നിങ്ങൾക്ക് എന്തിനാ ബേജാർ? നിങ്ങൾക്ക് സമയം തരൂലേ? ഇവർ ബേജാറാണ് കാര്യമുണ്ടോ? ഇതിന് ഇരിക്കും. ഞാൻ പറയും മനുഷ്യന്മാരെ, നിങ്ങൾക്ക് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ പേടിയായിട്ട് നിങ്ങൾക്ക് അറിയിക്കോടെ. ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ബേജാറാണ് കേട്ടോളൂ. ഞാൻ നന്നായി നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നല്ല മനസ്സ് തുറന്നു വെക്കാം. ഇതിന് യാതൊരു എന്ത് വേണ്ട, പക്ഷപാതിത്വം വേണ്ട. ഞാനങ്ങ് പറയും, തെളിവാ പറയുന്നത്. ഇതിനല്ലെങ്കിൽ നിങ്ങൾ പ്രാമാണികമായി എണ്ണിക്കണം. ചൂടാവണ്ട, ഒന്നും വേണ്ട, പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് പ്രസലാവണ്ട. ഞാൻ പറഞ്ഞതിന് ഒരു ഉത്തരം കണ്ട് പറയും. ഞാൻ നിങ്ങളെ ചോദ്യം, ആദ്യത്തെ ചോദ്യം ഏതെങ്കിലും ഒരു നബി പ്രാർത്ഥിച്ചോന്നാ അതല്ലേ ചോദിച്ചത്. അതിന് ഞാൻ ഉത്തരം പറഞ്ഞു. പ്രാർത്ഥന എന്നതുകൊണ്ട് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയുള്ള പ്രാർത്ഥന അതിവിടെ ആരും നടത്തുന്നില്ല. അപ്പൊ നിങ്ങൾ വിശദീകരിച്ച് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് ഏതെങ്കിലും ഒരു നബി ഏതെങ്കിലും മരിച്ചുപോയ നബിയോട് തേടിയിട്ടുള്ളോ? അത് ഞാൻ വിശദീകരിച്ചു. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം എന്ന് പറഞ്ഞതിൽ 1ാം സ്ഥാനത്തുള്ളത് ഏതാ? ഒരാൾ ജീവിച്ചിരിക്കുന്നു, അയാൾ മരിച്ചവരോട് ചോദിക്കുന്നു. ഇത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താന്ന് ഉറപ്പാണല്ലോ. റസൂലുള്ളാഹിന്റെ സമീപത്ത് ഈസാ നബി വന്നു നിൽക്കുന്നു. ആ ഈസാ നബി ചോദിക്കുന്നത് റൗളയിലുള്ള ആളോടാണ്. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ സംസാരിച്ചത് തിരിയൂല. ഞാൻ മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് പച്ച മലയാളം പോലെ വീണ്ടും പറഞ്ഞിരുന്നത് ഒന്ന് നന്നാവട്ടെ കരുതിയിട്ടാണ്. വളരെ നല്ല മനസ്സോടെ പറയുകയാണ്. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളെ ചോദ്യം അതാണ്. എന്ത്? ഏതെങ്കിലും ഒരു നബി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള സഹായാർത്ഥം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ എന്തുപേരിട്ടാലും കുഴപ്പമില്ല. ഞങ്ങൾ പറഞ്ഞു ഉണ്ട്. ഇനി നമുക്ക് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന, ഇമാമായി വരുന്ന, നീതിമാനായ ഭരണാധികാരിയായി വരുന്ന മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം നിർത്തു ചെയ്യില്ല. നിങ്ങൾ ഉറപ്പിക്കുന്നു, നമ്മൾ ഉറപ്പിക്കുന്നു, ഒരു തർക്കമില്ല. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം തീർച്ചയായ ഒരു പ്രവർത്തനം ചെയ്യുന്ന ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈസാ നബി റസൂലുള്ളാഹിന്റെ റൗദന്റെ സമീപത്ത് വന്ന് നിൽക്കുന്നു.
ഇനി ആരോടാ ചോദ്യം? റൗളയിലുള്ള മുഹമ്മദ് റസൂലുള്ളാഹി. റൗളയിലുള്ള നബി എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന നബിയല്ലല്ലോ അല്ലേ? മറവ് ചെയ്യപ്പെട്ടിട്ട് 14-15 നൂറ്റാണ്ടിന് ശേഷം റൗളയിലുള്ള ആ ജാലത്തിന്റെ സമീപത്ത് വന്ന് റൗളയിലുള്ള നബിയോട് മഹാനായ നബി ഈസാ നബി ചോദിക്കാണ്, ഓ നബിയേ ഞങ്ങളെ സഹായിക്കണേ എന്ന് ചോദിക്കാണല്ലോ അല്ലേ? അവ ചോദിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ ഈസാ നബി വിളിക്കുമ്പോ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം സഹായത്തിന് വേണ്ടി തേടുകയാണ്. ഈ തേട്ടം അത് ചെറുക്കാണെങ്കിൽ ഈസാ നബി ചെയ്യൂല. അത് ഞങ്ങൾ പറഞ്ഞു, അത് ചെറുക്കല്ല. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെ ഒന്നാമത്തെ ചോദ്യം അത് നിങ്ങളതിന് പറഞ്ഞത് അത് ഈസാ നബിന്റെ പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞു അങ്ങനെയെല്ലാം പറയാം. മൂസാ നബി ചെയ്ത് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയും മൂസാ നബിന്റെ പ്രത്യേകതയാണ്. ഇനി ചെയ്ത് പറഞ്ഞാൽ അത് യാക്കൂബ് നബിന്റെ പ്രത്യേകതയാണ്. ഇനി ആദം നബി ചെയ്തതിൽ പറഞ്ഞു അത് ആദം നബിന്റെ പ്രത്യേകതയാണ്. ഇങ്ങനത്തെ പ്രത്യേകതയായ അതിനിവിടെ ദൂരമുണ്ടോ? അമ്പിയാക്കൾ വന്നത് ചെറുത് പഠിപ്പിക്കാനല്ലേ? അമ്പിയാക്കൾ വന്ന് തൗഹീദ് പഠിപ്പിക്കാനല്ലേ? അമ്പിയാക്കൾ വന്നിട്ട് ചെറുക്കായ ഒരു പ്രവർത്തനം കാണിച്ച് പ്രത്യേകതയാണെന്ന് പറയുമോ? ഇല്ലല്ലോ. ഏറ്റവും വലിയ അമ്പിയാക്കള നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങളോട് തന്നെ ഖുർആൻ പറഞ്ഞത് നബിയെ നിങ്ങൾ ചെറുക്ക് ചെയ്താൽ നിങ്ങൾ അമൽ പൊളിയുമെന്നാണ്. അത് നബിതങ്ങൾക്ക് പോലും ചെറുക്കിന്റെ ലാഞ്ചന വരുന്ന പ്രവർത്തനം പോലും പറ്റില്ല. അതുകൊണ്ട് ഈസാ നബി വിളിക്കുമ്പോൾ ഈസാ നബി ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നബി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം സഹായമർപ്പിച്ചോ എന്ന ചോദ്യം ഇനി നിലവിലില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഉണ്ടോ ഇല്ലേ എന്ന് കാര്യകാരണ സഹിതം നിങ്ങൾ വിശദീകരിക്കാം. അതേ ഈ സദസ്സിന് ആവശ്യമുള്ളൂ. അതുകൂടി പറഞ്ഞാൽ വിഷയം തീരുമാനമാവാൻ പോവുകയാണ്. നമ്മൾ മുഖാമുഖത്തിലും ഒരു ചോദ്യം ഒരു ഉപചോദ്യം എന്ന ഒരു നിബന്ധനയും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ചോദ്യം സംശയം തീരുന്നത് ചോദിക്കാം, വ്യക്തമായി അതിന് ഉത്തരം തരും. ഒരുപാട് സംശയങ്ങൾ വേറെ ചോദിക്കുവാൻ സദസ്സിലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരുപാട് സംശയങ്ങൾ ഇനിയും ചോദിക്കാനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് മറുപടി വളരെ വ്യക്തമായി തന്നെ പറയും. തർക്കം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മഹാന്മാരായ അമ്പിയാക്കൾ, അതുപോലെ തന്നെ സഹാബത്ത്, അതുപോലെ പിൽക്കാലക്കാരായ മുഴുവൻ ഇമാമിയങ്ങളും ചെയ്തു വന്നിട്ടുള്ള സംഗതിയാണ് ഇസ്തിഗാസ എന്ന് അറബിയിൽ പറയുന്ന പ്രവർത്തനം. ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ശിഫാഉ സഖാം എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, ഇഅ്ലം അന്നഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസത്തു. ഇസ്തിഗാസയും തവസ്സുലും അനുവദനീയമാണത്, നല്ല കാര്യമാണ്. അത് വജവാസു ദാലിക വഹുസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമത്തി ബികുല്ലി ദീനിൻ, ദീനറിയുന്ന എല്ലാവർക്കും അറിയപ്പെട്ട കാര്യമാണത്. ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹുവാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ആ ഇസ്തിഗാസ എന്ന പ്രവർത്തനത്തെ അഥവാ നാം കുതുബിയ്യത്ത് അതുപോലെ തന്നെ തുടങ്ങിയ ഇസ്തിഗാസപരമായ മൗലിദ് ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ സംഗതി അത് കേവലം നമ്മൾ മാത്രം ചെയ്യുന്നതല്ല. നാം സുഖമില്ലാതെ പറയുന്നു, എല്ലാ മഹാന്മാരും അത് ചെയ്തു വന്നിട്ടുണ്ട്. ആ പ്രവർത്തനം മഹാന്മാരായ അമ്പിയാക്കൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുഴുവൻ സാന്നിധ്യങ്ങളും അത് അംഗീകരിച്ചിട്ടുണ്ട്. വലം യുൻകിറു ദാലിക അഹദുൻ ഹത്താ ജാഅ ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യ എന്ന പണ്ഡിതൻ വരുന്നത് വരെ ഒരു പണ്ഡിതനും അതിനെ വിമർശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമായി ഈ ഇസ്തിഗാസ എന്ന പ്രവർത്തനം അത് അംഗീകരിക്കുകയാണ്, അംഗീകരിച്ചുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ മോമിനികളും ജീവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെതിരായി ആദ്യമായി ഒരു പുതിയ വാദവുമായി വന്നത് ഇബ്നു തൈമിയ്യ. അപ്പൊ ഈ ഇസ്തിഗാസയാണ് ഇപ്പോൾ പ്രാർത്ഥനാ
പ്രാർത്ഥന എന്ന ഒരു പദപ്രയോഗം നടത്തി ദുർവ്യാഖ്യാനം ചെയ്ത് അങ്ങനെ സുന്നികളുടെ തലയിൽ പ്രാർത്ഥിക്കുന്നവരാണ് സുന്നികൾ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് സുന്നികൾ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണാപരമായി സംസാരിക്കുന്നത്. അപ്പൊ ആദ്യം ചോദ്യത്തിൽ അദ്ദേഹം ഹദീസ് പറഞ്ഞിരുന്നു, അദ്ദുആഉ ഹുവൽ ഇബാദ. എന്താണ് അതിന്റെ പശ്ചാത്തലം എന്ന് മനസ്സിലാക്കേണ്ടത്? ദുആ ആണ് ഇബാദത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. ദുആ ആണ് ഇബാദത്ത്. അത് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ ദുആ ഉണ്ട്, ഹജ്ജിൽ ദുആ ഉണ്ട്. ഒരു മനുഷ്യൻ വെറുതെ നിന്നാൽ അതിൽ ദുആ ഇല്ല. അതുകൊണ്ട് അയാൾ നിസ്കാരമല്ല, അയാൾ വെറുതെ ഇങ്ങനെ നിന്നുകൊണ്ട് നിസ്കാരമാവുകയില്ല. കാരണം നിസ്കാരത്തിൽ ദുആ ഉണ്ടെങ്കിൽ മാത്രമേ ഇബാദത്താവുകയുള്ളൂ. അപ്പൊ നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ദുആ. എന്താണ് ദുആ? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വളരെ വ്യക്തമായി പറഞ്ഞു, യഥാർത്ഥത്തിൽ ദുആ ഒരു അടിമയുടെ അടിമത്വം അംഗീകരിച്ചുകൊണ്ട് യജമാനായ അല്ലാഹുവിന്റെ റുബൂബിയ്യത്ത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് വാസ്തവത്തിൽ ദുആ. ആ ദുആ മഅരിഫത്തു ഇല്ലത്തിൽ ഉബൂദിയ്യ മാ ഇഖ്റാരി ഇസ്സത്തിൽ റുബൂദിയ്യ. ഞാൻ ആരാധിക്കുന്ന അല്ലാഹു അവനെന്റെ റബ്ബാണ്, ആ റബ്ബിന്റെ ഇസ്സത്ത് അംഗീകരിച്ചുകൊണ്ട് ആ റബ്ബാണ് ഈ ലോകത്തെ പടച്ചത്, ആ റബ്ബാണ് എല്ലാം നൽകുന്നത്, ആ റബ്ബാണ് എല്ലാം കൊടുക്കുന്നത്, ആ റബ്ബാണ് എല്ലാം തടയുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അവന്റെ അടിമയാണ് എന്ന് പരിപൂർണമായി മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് ആ അല്ലാഹുവിന്റെ മുന്നിൽ പരിപൂർണമായി വിനയം പ്രകടിപ്പിക്കുക. ആ വിനയമാണ് വാസ്തവത്തിൽ ദുആ. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ കർമ്മം ഇബാദത്തായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് വാസ്തവത്തിൽ ചോദ്യത്തിലൂടെ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറൊരു ഹദീസിൽ അത് വ്യക്തമായി പഠിപ്പിച്ചു, അദ്ദുആഉ മുഖ്ബുൽ ഇബാദത്ത്. ഇബാദത്തിന്റെ മജ്ജ ദുആ ആണ്. അതായത് ഈ അടിമത്വം, ഞാൻ അടിമയാണ്, ഞാൻ വിളിക്കുന്നവൻ, ഞാൻ എന്റെ ഈ കർമ്മങ്ങളെല്ലാം സമർപ്പിക്കുന്നവൻ എന്റെ റബ്ബാണ്. ഈ വീക്ഷണപ്രകാരം ചെയ്യുന്ന കർമ്മങ്ങൾ, ഈ കർമ്മങ്ങൾ മാത്രമേ ഇബാദത്താവുകയുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചോദ്യകർത്താവ് ആദ്യം തന്നെ ചോദ്യം ആരംഭിച്ചപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ തന്നെ ചോദിക്കുന്നത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. വാസ്തവത്തിൽ ശ്രോതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിൽ ചോദ്യം ഉന്നയിക്കുന്നത് എന്ന് ശ്രോതാക്കൾ മനസ്സിലാക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി, അതിനു മുമ്പ് ജീവിച്ച മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ, സഹാബത്ത്, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവരെല്ലാവരും തന്നെ ഈ ദുആ അഥവാ ഞാൻ ഈ രീതിയിലുള്ള ദുആ അഥവാ അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ, അല്ലാഹു എന്റെ റബ്ബാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന ദുആ അത് അല്ലാഹുവിനോട് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാഹുവിനോട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതേ സമയത്ത് അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് മുഅ്ജിസത്ത് കറാമത്തുകൾ കൊടുക്കുന്നു. ആ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ സഹായങ്ങൾ ചെയ്യാറുണ്ട്. നേരത്തെ ചോദ്യകർത്താവ് തന്നെ ഓതിയ ആയത്തിൽ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം മരിച്ചവരെ ഹയാത്താക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഉഹ്യീൽ മൗത, ഞാൻ മരിച്ചവരെ ഹയാത്താക്കും എന്നാണ് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത്. അല്ലാഹു മരിച്ചവരെ ഹയാത്താക്കുമെന്നല്ല ആ ആയത്തിലുള്ളത്. അത് ചോദ്യകർത്താവ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉഹ്യീൽ മൗത ബിഇദ്നില്ലാഹ്, അല്ലാഹു തരുന്ന മുഅ്ജിസത്ത് എന്ന ആ ശക്തി കൊണ്ട് ഞാൻ മരിച്ചവരെ ഹയാത്താക്കും. നോക്കൂ നിങ്ങൾ, ഈസാ അലൈഹിസ്സലാം പറയുക. അപ്പൊ ഞാൻ മരിച്ചവരെ ഹയാത്താക്കും എന്ന് ഈസാ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഈസാ അലൈഹിസ്സലാം മുശ്രിക്കായോ? ഒരിക്കലുമില്ല. കാരണം ഞാൻ മരിച്ചവരെ ഹയാത്താക്കും എന്ന് പറഞ്ഞപ്പോൾ ഈസാ അലൈഹിസ്സലാം വ്യക്തമായി പറഞ്ഞു, ഇത് അല്ലാഹു തആല തരുന്ന മുഅ്ജിസത്താകുന്ന ആ ശക്തി കൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. ആ ശക്തി കൊണ്ട്, മുഅ്ജിസത്ത് കൊണ്ട്, കറാമത്ത് കൊണ്ട് അല്ലാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കളും സാധാരണ ആളുകൾക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യും. ആ വിഷയം അവരിൽ നിന്ന് ചോദിക്കുന്ന പതിവ് ലോക മുസ്ലിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിട്ടുള്ളതാണ്. അത് തെറ്റല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ബഹുമാനപ്പെട്ട ഹസൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഹദീസിലും അതാണ് പറഞ്ഞിട്ടുള്ളത്. കാമ അലാ ഖബരി, ഈസാ അലൈഹിസ്സലാം ഒരു ഇമാമായി ഹക്കമും മുഖത്തായി വന്ന് ഇവിടെ ഇറങ്ങി അങ്ങനെ ജനങ്ങൾക്ക് നേതൃത്വം നൽകി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അനുയായിയായി പ്രവർത്തിക്കും. അല്ലാതെ നബിയായിട്ടല്ല ഇവിടെ പ്രവർത്തിക്കുക. റസൂലുള്ളാഹിന്റെ ഒരു അനുയായിയായിട്ടാണ് ഈസാ അലൈഹിസ്സലാം പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഈസാ അലൈഹിസ്സലാം വന്ന് എന്റെ ഖബറിന്റെ സമീപത്ത് നിന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കുമെന്നാണ്. വാസ്തവത്തിൽ ഈ ഉത്തരം കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞല്ലോ. ഈ വിഷയത്തിൽ മുജാഹിദുകൾ തർക്കിക്കുകയാണ്. കാരണം അവർ ഖബറിന്റെ സമീപത്ത് നിന്ന് ആരോട് ചോദിച്ചാലും ഉത്തരം കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നവരാണ്. അങ്ങനെ ചോദിക്കുന്നത് ശുദ്ധാണെന്ന് പറയുന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് നിന്ന് ഈസാ അലൈഹിസ്സലാം ചോദിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് മുജാഹിദുകളുടെ വാദം ഇവിടെ തെളിയുകയാണ്. ഈ ഒരു ഹദീസ് മാത്രമല്ല തെളിവായി ഉദ്ധരിക്കാനുള്ളത്, ആയിരക്കണക്കിന് ഹദീസുകളുണ്ട്. പക്ഷെ ഒറ്റ ഹദീസ് ഇവിടെ ഉദ്ധരിച്ച് അതിനെ സംബന്ധിച്ച് മാത്രം സംസാരിക്കുന്നത് നമ്മുടെ ചർച്ച വികൃതമാകാതിരിക്കാനും അങ്ങനെ പല കാര്യങ്ങളിലേക്കും ആളുകളെ കൊണ്ടുപോയി ആളുകൾക്കൊന്നും മനസ്സിലാകാത്ത സ്ഥിതി വരാതിരിക്കാനുമാണ് ഒറ്റ തെളിവ് മാത്രം പറഞ്ഞത്. വേറെ ഒരുപാട് തെളിവുകൾ ഉദ്ധരിക്കാനുണ്ട്. ആ തെളിവുകളിലേക്ക് നമുക്ക് ആവശ്യമെങ്കിൽ കടക്കാം. പക്ഷേ ഈ തെളിവിന് ഒരു മറുപടിയും ചോദ്യകർത്താവിൽ നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ സ്പഷ്ടമാണ്, മഹാന്മാരായ അമ്പിയാക്കൾക്ക് അല്ലാഹു ഇസ്സത്ത് എന്ന ശക്തി കൊടുക്കുന്നുണ്ട്, ഔലിയാക്കൾക്ക് കറാമത്ത് എന്ന ശക്തി കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അല്ലാഹുവിന്റെ അടിമയാണെന്ന് പരിപൂർണമായി വിശ്വസിച്ചു, അല്ലാഹു മാത്രമേ റബ്ബുള്ളൂ എന്ന് പരിപൂർണമായി വിശ്വസിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം അഭ്യർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് വരുന്ന ഒരു ആയത്തും ഒരു ഹദീസും സഹീഹായ ഒരു ഹദീസും ഉദ്ധരിക്കാൻ ലോകത്ത് ഒരാൾക്കും ഇന്നുവരെ സാധിച്ചിട്ടില്ല, സാധിക്കുകയും ഇല്ല. ഇനി ചോദ്യകർത്താക്കൾ ഈ വിഷയത്തിൽ സംശയം തീർന്നു കഴിഞ്ഞാൽ ആ ചോദ്യം വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് സമയം കളയുന്നതിന് പകരം ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷവും തർക്കം നീട്ടിക്കൊണ്ടുപോകാതെ അടുത്ത ചോദ്യങ്ങൾ